വെൽക്കം ടു ബീയിങ് ഷംന. ഇന്ന് ചെയ്യാൻ പോകുന്നത് ആവോലി ഫ്രൈ ആണ്. ആവോലി ആദ്യം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത്, സുർക്ക എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലോണം ഒരു മീനിൻ്റെ അകത്ത് പുരട്ടാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കുഴച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സാക്കി എടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഈ ആവോലിയിലേക്ക് നല്ലോണം ഈ മസാല നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ കഴുകി വെച്ച എല്ലാ മീനും ഇതേപോലെ ചെയ്യാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കറിവേപ്പില ഇട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഈ മീൻ ഇട്ട് കൊടുക്കുക. ചെറുതീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പം നല്ലോണം ഒരു ഭാഗം ഒരിഞ്ഞു വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പുറത്തെ ഭാഗം കൂടി പൊരിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ശ്രദ്ധിച്ചിട്ട് തിരിച്ചിടണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ മീൻ. അതിനുശേഷം നല്ലോണം നമ്മുടെ ഈ മറിച്ചിട്ട ആ ഭാഗം കൂടി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. മറ്റേ ഭാഗം കൂടി പൊരിഞ്ഞതിന് ശേഷം നമ്മൾ അതെന്തൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ചൂടോടെ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് വായിലിട്ട് വെക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വായിലിട്ടപ്പോൾ. അതിനുശേഷം ഞാൻ വിചാരിച്ചു മക്കൾക്ക് കൂടി കൊടുക്കട്ടെ എന്ന്. അപ്പം മക്കൾക്ക് കൊടുത്തതിന് ശേഷം അവരും പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവരും. അപ്പോൾ ആ പാത്രത്തിൽ നല്ലോണം മുളകൊക്കെ ഉണ്ടായിട്ട് ആ മീനിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 3 സ്പൂൺ ചോറ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വെച്ചു. നല്ലോണം അത് ചൂടായി ആ മസാലകളൊക്കെ ആ ചോറിലേക്ക് പിടിച്ചതിന് ശേഷം ഞാൻ എന്താക്കി, വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആ ചോറിട്ടു. അതിന് ശേഷം ഒരു മീനിൻ്റെ പീസും കൂടി വെച്ച് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു.